നമസ്കാരം. പി.വി. അൻവറിൻ്റെ ഒരു വ്യാജ ചിത്രമാണ് തലമുട്ടയടിച്ച് കാതിൽ കമ്മലൊക്കെ ഇട്ടുള്ള ഒരു ചിത്രം. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ AI സഹായത്തോടെ സൃഷ്ടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിത്രം വന്നതെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയായിരിക്കും. അൻവർ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചു, ഞാൻ മുഹമ്മദ് റിയാസിനോട് തോറ്റാൽ, മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ ജയിച്ചാൽ ഞാൻ തലമുട്ടയടിച്ച് കമ്മലൊക്കെ ഇട്ടിട്ട് ഏതോ റോട്ടിലെ കൂടി വേറെ ഏതോ സ്ഥലത്തേക്ക് നടക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇത് നാടക ചർച്ചയായി. ഒരു ദിവസം കഴിഞ്ഞു, സംഗതി അലമ്പാവുന്ന മൂപ്പർക്ക് മനസ്സിലായി. അങ്ങനെയാണ് പി.വി. അൻവർ തിരുത്തുമായി രംഗത്തെത്തിയത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, മുഹമ്മദ് റിയാസ് തലമുട്ടയടിച്ച് നടക്കണം എന്നാണ് പറഞ്ഞത് എന്ന തിരുത്തുമായി രംഗത്തെത്തി. ബെറ്റ് വെച്ച സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പരസ്യമായി മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം താൻ നേടാൻ പോവുകയാണ്, മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്നതാണെന്നൊക്കെയുള്ള ചർച്ചകൾ നടത്തും. പി.വി. അൻവർ അനുകൂല മാധ്യമങ്ങൾ, മീഡിയ വണ്ണൊക്കെ മുഹമ്മദ് റിയാസ് വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കി ചർച്ചയിലേക്കൊക്കെ പോയി. പക്ഷേ തലമുട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് നടക്കും എന്ന് പറഞ്ഞ ആൾ തൊട്ട് പിറ്റേന്നാൾ ഞാനല്ല പറഞ്ഞ മൂപ്പരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ വിചിത്രമായ കാഴ്ചയും തൻ്റെ വെല്ലുവിളിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ രസകരമായ കാര്യം, പി.വി. അൻവറിൻ്റെ നിലവിലെ ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയും തുടർന്നുള്ള ചാഞ്ചാട്ടങ്ങളുമാണ്. അദ്ദേഹത്തെക്കുറിച്ച്, പി.വി. അൻവറിനെ കുറിച്ച് പല ആളുകളും പല രീതിയിലുള്ള താരതമ്യങ്ങളൊക്കെ നടത്താറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ ട്രംപാണ് പി.വി. അൻവർ എന്ന് പറയാറുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തൊട്ടടുത്ത ദിവസം മറ്റൊന്ന് പറയും എന്ന രീതിയിൽ. മറ്റൊരു രീതിയിൽ പണ്ടൊക്കെയാണ് PC ജോർജാണ് കേരള രാഷ്ട്രീയത്തിലെ PC ജോർജാണ് പി.വി. അൻവർ എന്ന് പറയാറുണ്ട്. രാഷ്ട്രീയത്തിലെ വെള്ളാപ്പള്ളിയാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്വേഷ രീതിയിലുള്ള വ്യക്തികളെ സമീപിക്കുന്ന വിദ്വേഷത്തോടു കൂടിയുള്ള സംസാരം വെച്ചുകൊണ്ട് പി.വി. അൻവറിനെ കുറിച്ച് പറയാറുണ്ട്. അൻവർ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ LDFിനൊപ്പം ചേർന്ന പഴയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം LDFിനൊപ്പം കൂടി വലിയ തോതിൽ വിവാദത്തിലായി. LDFിനെ നീണ്ടകാലം വിവാദത്തിലേക്ക് തള്ളിവിട്ട അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ മാധ്യമ ചർച്ചകളിലൂടെ നമ്മൾ കണ്ടതാണ്, നിരന്തരമായി കണ്ടതാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായി അദ്ദേഹം പെട്ടെന്ന് ഒരു നാൾ LDFുമായി ബന്ധം വിട്ടു. അദ്ദേഹം അതിന് പറഞ്ഞ മുഖ്യ കാരണം, വിമാനത്താവളങ്ങളിൽ നിന്നും കസ്റ്റംസ് കള്ളക്കടത്ത് പിടിക്കാതെ പുറത്ത് വിട്ടിട്ട് നാട്ടിലെത്തുമ്പോൾ പോലീസുകാർ പിടിക്കുന്നു എന്നുള്ളതാണ്. കസ്റ്റംസ് പോലും പിടിക്കാത്തത് പോലീസ് പിടിക്കുന്നു, അതൊക്കെ മുസ്ലിങ്ങൾക്കെതിരായുള്ള നീക്കമാണെന്നുള്ള പ്രസ്താവനയൊക്കെ നടത്തി മൂപ്പര് LDFിൽ നിന്നും വിട്ട് UDFിൽ പോയ ആളാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന രീതി രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പ്രതിപക്ഷത്തിന് പ്രധാന മുദ്രാവാക്യങ്ങൾ മുഖ്യമന്ത്രി മരുമകൻ എന്ന, മരുമകനിസവും പിണറായിസവും എന്ന ഒരു മുദ്രാവാക്യം സംഭാവന ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിനനുസരിച്ചായിരിക്കും പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി. ഈ തെരഞ്ഞെടുപ്പ് പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് പക്ഷേ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, UDF അധികാരത്തിൽ വരണം. രണ്ടാമത്തേത്, പി.വി. അൻവർ ജയിക്കുകയും വേണം. ഇപ്പോഴത്തെ പ്രതിസന്ധി, UDF അധികാരത്തിൽ വന്നാലും പി.വി. അൻവർ ജയിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം ഈ തലമുട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് നടക്കാമെന്ന് പറഞ്ഞതിൽ നിന്നും പിന്മാറുന്നത് സർക്കാർ UDF ഉണ്ടാക്കിയാൽ പോലും താൻ ജയിക്കില്ല എന്ന ഉറപ്പ്, അത്രമാത്രം ഉറപ്പ് അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് എന്നുള്ള ആഖ്യാനം ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹം രാഷ്ട്രീയത്തിലെ വെള്ളാപ്പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ വിദ്വേഷ ശൈലിയിലുള്ള സമീപനത്തെക്കുറിച്ച് വിമർശിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സമീപനം അദ്ദേഹം വീണ്ടും പുലർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ ഇങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ ആ നാണക്കേട് മറക്കാൻ പുതിയൊരു കാര്യം അദ്ദേഹം പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് റിയാസിന് എതിരായി നടത്തിയ പ്രസ്താവനയിലെ പരിഹാസം ഒന്നും വിളിക്കാൻ പറ്റില്ല, ആക്ഷേപമാണ്, വിദ്വേഷ സമീപനമാണ്. അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ തലമുട്ടയടിച്ച് നടക്കാം, കമ്മലിടാം, മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, തലമുട്ടയടിച്ചാൽ മതി, കമ്മലിടണ്ട, അദ്ദേഹത്തിന് കമ്മലിടാണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയാണല്ലോ എന്നാണ് പറഞ്ഞത്. ഞാൻ തോറ്റാൽ ഞാൻ മുട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മുട്ടയടിക്കണം, ഞാനൊരു കമ്മലും കൂടെ ഇടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ല, അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അത് മുഹമ്മദ് റിയാസിനെ സ്ത്രീയാക്കി ആഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു പരിഹാസമാണ്. ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സമീപനങ്ങൾ ആരും പറയാറില്ല. ഇത്രയും വിദ്വേഷ സമീപനത്തിൽ ആക്ഷേപ രീതിയിൽ പറയാറില്ല. എന്നാൽ പി.വി. അൻവർ എന്തും ചെയ്യും, സുകുമാരനായതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം മുഹമ്മദ് റിയാസിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയാണ് മുന്നോട്ട് പോയത്. തൊട്ട് മുൻ ദിവസങ്ങളിൽ പറഞ്ഞതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. ആ പ്രതികരണത്തിൽ മുഹമ്മദ് റിയാസും ഈ വ്യക്തിപരമായ പ്രതികരണത്തിനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപം അത് തീർച്ചയായിട്ടും ഏത് രംഗത്തുള്ളവരും, ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല, സമൂഹത്തിലാകെ അലക്കുമ്പോൾ നമുക്ക് മനുഷ്യനാണ്, മാനസിക പ്രയാസം ഉണ്ടായേക്കാം.
തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. വെല്ലുവിളിയിൽ നിന്നും കാലുമാറിയത് മാത്രമല്ല PV അൻവറിൻ്റെ ഇന്നത്തെ കാലുമാറ്റം. മറ്റൊരു പ്രധാനപ്പെട്ട കാലുമാറ്റം കൂടി ഉണ്ടായി. അത് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ചാണ്. നമുക്ക് അറിയുന്നൊരു കാര്യം, അദ്ദേഹം LDFൽ നിന്ന് പുറത്തു വന്നിട്ട് കോൺഗ്രസിൽ UDFൽ ഇടം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പലവിധ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെയാണ്. അതിലൊരു തന്ത്രം VD സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ്. VD സതീശനെ അദ്ദേഹത്തിനെ അങ്ങോട്ട് സ്വീകരിക്കാത്തതിൻ്റെ തുടർച്ചയായി VD സതീശനെ നിരന്തരം ചീത്ത വിളിക്കുക, VD സതീശനെ വെല്ലുവിളിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. എന്നിട്ട് ഒടുവിൽ VD സതീശൻ അദ്ദേഹത്തിനെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോയി. ഈ നിലമ്പൂരിലെ സാഹചര്യമൊക്കെ മാറി സഹകരിച്ച് മുന്നോട്ട് പോയപ്പം സതീശന് ഒപ്പം നിന്നു. പിന്നീട് സതീശനാണ് നായകൻ എന്ന മട്ടിലേക്ക് പോയി. അൻവറിന് വേണ്ടി പ്രചരണത്തിനെത്തിയ VD സതീശൻ അൻവറിന് മന്ത്രിസ്ഥാനം വരെ മണ്ഡലത്തിൽ വാഗ്ദാനം ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എക്സിറ്റ് പോളൊക്കെ വന്ന ഘട്ടത്തിൽ PV അൻവറിന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു അത്രേ. അതായത് സതീശൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അവിടുന്ന് KC വേണുഗോപാൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. VD സതീശനെ മുക്കാ പിണറായി എന്നിവരെ വിളിച്ച ആളാണല്ലോ PV അൻവർ. അത് കഴിഞ്ഞ് അദ്ദേഹം ആഭ്യന്തര വകുപ്പും വനവകുപ്പും എനിക്ക് തരണം, VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞ് അടുത്ത മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്ന് കോൺട്രാക്റ്റ് ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ ആൾ പിന്നീട് സതീശൻ്റെ കാൽക്കീഴിൽ വീണ് സതീശനെ പുകഴ്ത്തി പ്രശംസിച്ച് മുന്നോട്ട് പോയ ആൾ പെട്ടെന്ന് ഇന്ന് ഒരു മാറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതായത് മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ വന്നാലും കുഴപ്പമില്ല എന്ന ഒരു സൂചന അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ട് പുറത്തേക്ക് വന്നു. എന്താ ഇന്നത്തെ മാധ്യമ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അതിപ്പോൾ AICC തീരുമാനിക്കുന്ന ആളാണല്ലോ മുഖ്യമന്ത്രിയാവുക, അതിപ്പോൾ ഇനി രാഹുൽ ഗാന്ധിനെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാം എന്നാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ മുഖ്യമന്ത്രി ആയിക്കൂടെ? AICC തീരുമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ആകട്ടെ എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് ആരെ തീരുമാനിക്കും അവർ മുഖ്യമന്ത്രിയാകും. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിൽ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല എന്നാണ് PV അൻവർ ഇന്ന് പ്രഖ്യാപിച്ചത്. അതായത് ഇതുവരെ PV അൻവർ VD സതീശന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ നിലനിന്ന VD സതീശന് വേണ്ടി നിലനിന്ന PV അൻവർ ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ വന്നേക്കാം എന്നുള്ള വാർത്ത കണ്ടപ്പോൾ തന്നെ ആൾ കാലുമാറി. വേണമെങ്കിൽ KC വേണുഗോപാലും വന്നാലും എനിക്കൊപ്പം നിൽക്കാൻ പറ്റണം, എനിക്ക് അയാളുടെ ഒപ്പം നിൽക്കാൻ പറ്റണം എന്നുള്ള നിലപാടുമായി രംഗത്തെത്തി എന്നുള്ളതാണ് PV അൻവറിൻ്റെ അവസ്ഥ. ഇതാണ് ട്രംപിൻ്റെ കാര്യം പറഞ്ഞത്. ആഗോളതലത്തിൽ ട്രംപിനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ട്രംപാണ് PV അൻവർ എന്ന് പറഞ്ഞത് അതാണ്. അതായത് അപ്പപ്പുള്ള നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിന് തനിക്കെന്ത് ലാഭം എന്ന് മാത്രമാണ് അദ്ദേഹം നോക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം ഓരോ ഘട്ടത്തിലും. കുറേ കാലം പിണറായി വിജയൻ ഹീറോ ആയി, അത് കഴിഞ്ഞ് കസ്റ്റംസ് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കേരള പോലീസിനെതിരായി, കേരള പോലീസ് കസ്റ്റംസ് വിടുന്ന കള്ളക്കടത്ത് പിടിക്കുന്നു പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് വന്നു. ഒടുവിൽ പിണറായി വിജയൻ വില്ലനായി. പിന്നീട് ഇങ്ങോട്ട് വന്നു, K സുധാകരനെ ഇടക്കാലത്ത് ഹീറോ ആക്കി, VD സതീശനെ വില്ലനാക്കി, പിന്നീട് VD സതീശനെ നായകനാക്കി, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് VD സതീശനെ നായകനാക്കി. ഇപ്പം എല്ലാം നൈസായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. KC വേണുഗോപാൽ നായകനാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിൻ്റെ ആദ്യ പടി അദ്ദേഹം വെച്ചു. അങ്ങനെയാണ് AICC തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള ന്യായങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. സമഗ്രതയിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ കേന്ദ്രമായി PV അൻവർ മാറിയിരുന്നു. ഒരുപക്ഷെ ഈ സർക്കാരിനെതിരായ പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യമായി PV അൻവർ മുന്നിലേക്ക് ഉയർന്നു നിന്ന് വന്നു. ഈ സർക്കാരിന് എതിരായ മുസ്ലിം വിരുദ്ധ പോലീസ്, മുസ്ലിം വിരുദ്ധ പിണറായി, മുസ്ലിം വിരുദ്ധ CPM എന്ന ആഖ്യാനത്തിന് PV അൻവർ പ്രധാന ഉപകരണമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കുമോ എന്ന സംശയത്തിലേക്ക് PV അൻവർ തന്നെ എത്തി. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡെയിലി 2 നേരം വെച്ചിട്ടുള്ള ചീത്തവിളികളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. തല മുട്ടയടിക്കും എന്ന് പറഞ്ഞ ആൾ ഞാൻ മുട്ടയടിക്കുന്നല്ല, അദ്ദേഹം മുട്ടയടിക്കണം എന്നാണ് പറഞ്ഞത് എന്ന തിരുത്തലിലേക്ക് കടന്നു. ഏറ്റവും ഒടുവിൽ തൻ്റെ നേതൃത്വത്തിലുള്ള ടീം നിൽക്കുന്ന UDF അധികാരത്തിൽ വന്നാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ തെറ്റില്ല എന്ന മട്ടിലേക്കുള്ള ആഖ്യാനം സൃഷ്ടിക്കുന്ന നിലപാടും അദ്ദേഹം പറഞ്ഞു. AICC തീരുമാനിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ VD സതീശനെയും രാവ് വിളക്കുന്നതിന് മുമ്പ് തള്ളിപ്പറയുന്ന ഘട്ടത്തിലേക്ക് PV അൻവർ പോയി എന്നുള്ളതാണ് അർത്ഥം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ നിരവധി പേരുടെ ഭാവി നിശ്ചയിക്കും. ആ തരത്തിൽ ഏറ്റവും ഒന്നാമത് വരുന്ന ഒരാൾ ഒരുപക്ഷെ PV അൻവറാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും അനുകൂലമാകുന്ന ഘട്ടത്തിൽ മാത്രം വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. UDF അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, UDFിനൊപ്പം അദ്ദേഹവും ജയിക്കുക എന്നുള്ളതാണ് PV അൻവറിനെ സംബന്ധിച്ച് പ്രധാനം. ഇല്ലെങ്കിൽ അദ്ദേഹം തലമുട്ടയടിച്ച് നടക്കും എന്നൊക്കെ ഉള്ളത് ബഡായി മാത്രമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ആളാണ്. തോറ്റാൽ അവിടെ തോറ്റു എന്ന് മാത്രമല്ല വളരെ പിന്നിൽ പോയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമൊന്നും അവസാനിപ്പിച്ചില്ല, LDF രാഷ്ട്രീയം അവസാനിപ്പിച്ച് UDFിൽ പോയി, കാലുമാറി അവിടെ പോയി എന്നുള്ള ഒരേ ഒരു വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഇത്തവണത്തെ വെല്ലുവിളി അദ്ദേഹം
അദ്ദേഹം തലമുട്ടയടിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവി, രാഷ്ട്രീയ ഭാവി സമീപകാലത്തേക്ക് ചെറുതായി ഇരുളടയും എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.